ഹായ് എവരിവൺ, ഏവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ആരെയും ഓൺലൈനിൽ കാണുന്നില്ല. എങ്കിലും എല്ലാവരും പ്രതിഷേധിച്ച ഒരു വിഷയമാണ് കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജന്തർ മന്ദറിലെ കലാപരിപാടികൾ എല്ലാവരും കണ്ടും കേട്ടും ആസ്വദിച്ചും എല്ലാവരും അവരവരുടെ മനസ്സിന്റെ ചിന്താഗതിക്കനുസരിച്ച് പലതരത്തിലുള്ള കഥകൾ നെഗറ്റീവായും പോസിറ്റീവായും മെനഞ്ഞുകൊണ്ട് അവരവരുടെ കാഴ്ചപ്പാടിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും നോക്കിക്കാണുന്നു എന്ന് വേണം പറയാൻ. എന്ന് വെച്ചാൽ എൻ്റെ അഡിക്ഷൻ രാഷ്ട്രീയം എന്താണോ അതിനനുസരിച്ചിട്ടാണ് ഞാൻ കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. രാജ്യത്തിന്റെ ഉയർച്ചയോ രാജ്യത്തിന്റെ സുരക്ഷയോ രാജ്യം നിലനിൽക്കണമെന്നോ ഒന്നും ആർക്കും ഒരു തരത്തിലുള്ള ചിന്തയുമില്ല. രാജ്യം പോയാൽ എന്താ, രാജ്യം നശിച്ചാൽ എന്താ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പോക്കറ്റ് വീർത്താൽ മതി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രീയം വിജയിച്ചാൽ മതി എന്ന് മാത്രം. അതായത് ചുമരുണ്ടായിട്ട് വേണം ചിത്രം എഴുതാൻ എന്ന് പറയും സാധാരണ. അപ്പോൾ ആ ചുമര് തന്നെ നശിപ്പിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നാടുണ്ടെങ്കിലേ, ഈ രാജ്യം സമാധാനപൂർണമായിട്ട് ഇവിടെ നിലനിന്നെങ്കിലേ ഈ രാജ്യത്തിനകത്ത് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ചിന്ത ആർക്കുമില്ല. കാര്യം എല്ലാവരും വളരെ സുരക്ഷിതരായിട്ട് ഈ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യം അല്ലെങ്കിൽ നമ്മുടെ ഭാരതം ഈ വേൾഡ് മൊത്തത്തിലുള്ള എല്ലാ രാജ്യങ്ങളും എടുത്തു കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളിലും നടക്കുന്ന നിയമങ്ങളും അവിടുത്തെ ചിട്ടകളും അവിടുത്തെ ജീവിത രീതികളും എല്ലാം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് കാണിച്ചു കൂട്ടാൻ പറ്റുന്ന അത്രയും സ്വാതന്ത്ര്യവും നമുക്ക് തന്നിട്ടുള്ള വ്യക്തി സ്വാതന്ത്ര്യവും നമ്മൾ കാണിച്ചു കൂട്ടുന്ന അല്ലെങ്കിൽ എന്തും നടക്കുവടോ ഇവിടെ. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, എല്ലാവർക്കും അവരവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് തോന്നിവാസവും ഇവിടെ കാണിക്കാം എന്നുള്ള അതായത് നമ്മൾ നമ്മുടെ സ്വന്തം തറവാട്ടിലെത്തിയ പ്രതീതിയാണ് നമുക്ക് നമ്മുടെ ഭാരതം എപ്പോഴും. അപ്പൊ ഈ ഭാരതത്തില് എല്ലാ തോന്നിവാസങ്ങളും കാണിച്ചിട്ട് പറയാനുള്ള വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്, സംസാരിക്കാനുള്ള എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്തിനെ തന്നെ തുറന്നു തിന്നുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കഷ്ടമാണ്. നമ്മുടെ രാജ്യം ആദ്യം നിലനിൽക്കണ്ടേ? നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ, നമുക്ക് സുരക്ഷിതമായിട്ട് ഇരിക്കാൻ നമ്മുടെ രാജ്യം ആദ്യം ഉണ്ടാവണ്ടേ? ആ രാജ്യം തന്നെ, അതായത് ഇരിക്കുന്ന കൊമ്പ് മുറിച്ചാൽ എന്താ ഉണ്ടാവുക? എല്ലാം എന്തായാലും പ്രശ്നം കുത്തി താഴെ വീഴും. അത് സത്യമായ കാര്യമാണ്. അപ്പോൾ ചില മനുഷ്യര്, സെലിബ്രിറ്റികൾ അടക്കം ഇരിക്കുന്ന കൊമ്പാണ് മുറിക്കുന്നത്. അവൻ ഇരിക്കുന്ന കൊമ്പ് തന്നെ മുറിക്കുക. അപ്പൊ അത് മുറിച്ചാൽ എന്താണ്? തലയടിച്ച് നടുതല്ലി വീഴുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നടക്കാൻ പോകുന്നത്. ഇനി യഥാർത്ഥത്തില് ഡൽഹിയിൽ എന്താണ് സംഭവിച്ചത്, അവിടെ എന്താണ് സത്യത്തിൽ നടന്നതെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഇല്ല. നമ്മുടെ മാധ്യമങ്ങൾ എല്ലാവരും കൂടി, പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ എല്ലാവരും കൂടി അവരുടെ ആ ചീഞ്ഞു പഴകിയ പഴയ കിച്ചൺ ഉണ്ടല്ലോ, അവരുടെ ഈ ഏഷ്യാനെറ്റ് എന്ന് പറയരുത്, വേഷ്യാനെറ്റിന്റെയും റിപ്പോർട്ടർ ചാനലിന്റെയും, അതായത് കള്ളന്മാരുടെ ഒരു കൂട്ടം എന്നാണ് റിപ്പോർട്ടർ ചാനലിന് ഞാൻ വിട്ട പേര്. അതായത് ഒരു കൂട്ടം കള്ളന്മാര്, മരമുറി, ആ മുറി, ഈ മുറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കൂട്ടം കള്ളന്മാര് വസിക്കുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന റിപ്പോർട്ടർ ചാനൽ. വേഷ്യാനെറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വേശ്യ, ഇതിലും ഭേദം അവരതൊക്കെ രാജിവെച്ചിട്ട് വേശ്യാപ്പണിക്ക് പോവുകയാണ് ഇതിലും നല്ലത്. കാരണം ആ ചെയ്യുന്ന പണിക്ക് അതിനേക്കാളും ഔചിത്യമുണ്ട് ഞാൻ നോക്കിയിട്ട്. അതാണ് വേശ്യാനെറ്റ്. പിന്നെ മലരുഭൂമി എന്ന് പറയുന്നതിന് പിന്നെ ഈ പറയുന്ന ഫണ്ടുകൾ മുഴുവനും അതിന്റെ ഷെയറുകൾ മുഴുവനും ജിഹാദികളുടെ കയ്യിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മലരുഭൂമിക്ക് എന്ത് പറയണം എന്ത് പറയണ്ട എന്നൊന്നും യാതൊരു തരത്തിലുള്ള വെളിവും മലരുഭൂമിക്കില്ല. പിന്നെ മഞ്ഞരമ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ ടോയ്ലറ്റ് പേപ്പർ പോലും നാണിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയാണ് മഞ്ഞരമ. അപ്പൊ നമ്മുടെ വേശ്യാനെറ്റ്, മഞ്ഞരമ, മലരുഭൂമി, റിപ്പോർട്ടർ കള്ളന്മാർ, ഈ പറയുന്ന എല്ലാവരും കൂടിയിട്ട് അവരുടെ ചീഞ്ഞ് പഴകിയ അടുക്കളയില് വേവിച്ചുണ്ടാക്കുന്ന പഴകിയ കുഴിമന്തിയാണ് ഇപ്പോഴത്തെ ജന്തർ മന്ദിന്റെ റിപ്പോർട്ട് എന്ന് ഞാൻ പറയും. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പറയുന്നത്. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ എൻ്റെ രാജ്യത്തെ എൻ്റെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കുന്നത്. എന്റെ ജോലിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എന്റെ മറ്റുള്ള കാര്യങ്ങളുടെ തിരക്ക് കൊണ്ടോ എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത് ഇപ്പോഴെങ്കിലും സംസാരിച്ചില്ലെങ്കിൽ അതെന്റെ മനസാക്ഷിക്കുത്തായി പോകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് എന്റെ രാജ്യമാണ് എനിക്ക് ഏറ്റവും വലിയ, പെറ്റമ്മയും പിറന്ന നാടും അത് ജീവനേക്കാൾ മഹത്വമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് രാജ്യത്തിന്റെ ഒപ്പം നിൽക്കാൻ പറ്റും. അല്ല, അവനവന്റെ അഡിക്ഷൻ രാഷ്ട്രീയമാണ് മതി, എന്റെ അഡിക്ഷൻ രാഷ്ട്രീയത്തിൽ ഞാൻ ഇങ്ങനെ മുങ്ങിക്കിടക്കുകയാണ്, ഞാൻ അതിൽ നിന്ന് ഒരിക്കലും എനിക്കൊരു മോചനമില്ലെന്ന് പറയുന്ന കുറെ കുളയട്ടകളുണ്ട്. ആ പൊട്ടക്കുളത്തിലെ അട്ടകൾക്ക് രാജ്യവും വേണ്ട, പിന്നെ മറ്റുള്ള കാര്യങ്ങളൊന്നും വേണ്ട, അവന്റെ രാഷ്ട്രീയം മാത്രം മതി. അതാണ് വേറൊരവസ്ഥ. ഇനി ഇതിന്റെ ഇടയിൽ കൂടി അതായത് എങ്ങനെങ്കിലും, അതായത് കുറെ കാലങ്ങളായിട്ട് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഭരണം നഷ്ടപ്പെട്ടിട്ട്
കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നിട്ട് ഭാരതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, കാരണം കഴിഞ്ഞ 10-70 കൊല്ലമായിട്ട് ഇവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി എന്താണ് ഈ രാജ്യത്തിന് വേണ്ടി ചെയ്തതെന്നും ചിന്തിച്ചാൽ കോമൺ സെൻസ് ഉള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാവും. ചിന്തിച്ചാൽ മാത്രം മതി, നിങ്ങൾ അവരുടെ ചരിത്രം വായിക്കാനൊന്നും പോകണ്ട. ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കഴിഞ്ഞ 10-75 കൊല്ലം നമ്മുടെ ഭാരതം ഭരിച്ചിട്ട് ഭാരതത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നൊന്ന് ചിന്തിച്ചാൽ അന്നേരം മനസ്സിലാവും ഇവിടെ എന്തൊക്കെ നടന്നു എന്നുള്ളത്. ഇന്ന് ഞാനൊരു പ്രവാസിയാണ്. ആ പ്രവാസിയായ ഞാൻ തലയെടുപ്പോട് കൂടിയിട്ട് പറയുന്നു, എന്റെ ഇന്ത്യ മഹാരാജ്യത്തിന് 4 ആളും 4 രാജ്യക്കാരും അറിയാൻ തുടങ്ങിയത് ഈ ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ പേരിൽ മാത്രമാണ് എന്ന് സത്യസന്ധമായ ഒരു വസ്തുതയാണ്. അത് എത്ര മറച്ചു പിടിച്ചാലും അത് മറയില്ല. പൂർണ്ണചന്ദ്രനെ കാർമേഘങ്ങൾ വന്ന് മൂടുന്ന പോലെ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യനെ നിങ്ങൾ ആര് മറച്ചു പിടിച്ചാലും അത് എല്ലാ മറകളും നീക്കി ആ സത്യം പുറത്തു വരും. അപ്പൊ ഞങ്ങളെ പോലുള്ള പ്രവാസികൾക്ക് എല്ലാ രാജ്യങ്ങളിലും, ഞങ്ങൾ ജോലി ചെയ്യുന്ന രാജ്യങ്ങളിൽ പോലും ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരു വില തന്നിരുന്നത്, അല്ലെങ്കിൽ ഒരു വില കിട്ടുന്നത് ഇന്നാണ്. ഇത്രയും 20 വർഷമായിട്ട് ഞാനൊരു പ്രവാസിയാണ്. എന്റെ രാജ്യത്തിന്റെ അഭിമാനം, അല്ലെങ്കിൽ എന്റെ രാജ്യത്തിന്റെ പേര് പറയുമ്പോൾ, ഭാരതം എന്ന പേര് കേൾക്കുമ്പോൾ അഭിമാനപൂരിതമാവുന്നത് ഇപ്പോഴാണ്. കാരണം ഈ പ്രധാനമന്ത്രി ഭരണത്തിൽ വന്നതുകൊണ്ടാണ്. ഞാൻ ഒരിക്കലും ഇതിൽ രാഷ്ട്രീയം പറയുന്നില്ല, സത്യസന്ധമായ കാര്യം ഞാൻ പറയുന്നത്. 24 മണിക്കൂറും രാജ്യത്തിന് വേണ്ടി ജീവിക്കുന്ന, രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, രാജ്യത്തിന് വേണ്ടി അക്ഷീണം കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ എന്നതിലാണ് എനിക്ക് ആ മനുഷ്യനോട് ബഹുമാനം, അല്ലാതെ രാഷ്ട്രീയം നോക്കിയല്ല. എപ്പോഴാണ് അദ്ദേഹം ഒന്ന് റെസ്റ്റ് എടുക്കുന്നത്? എപ്പോഴാണ് അദ്ദേഹം ഉറങ്ങുന്നത്? എപ്പോഴാണ് ലീവ് എടുത്തിട്ടുള്ളത്? നമ്മുടെ രാജ്യം എല്ലാ രാജ്യങ്ങളെക്കാൾ മുന്നിട്ട് വരണം, നമ്മുടെ രാജ്യം ഏറ്റവും മേലെ വരണം, നമ്മുടെ രാജ്യം ഒന്നാമതായി വരണം എന്നുള്ള അത്രയും അക്ഷീണ പ്രയത്നം കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനെ പരമാവധി അടിച്ചൊതുക്കാനും കൊന്നുകളയാനും അല്ലെങ്കിൽ തെറി വിളിക്കാനും, അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ളവരെ വരെ വിളിച്ച് തെറി വിളിക്കാനൊക്കെ നമ്മുടെ നാട്ടിലുള്ളവർ ഇങ്ങനെ പെടാപ്പാട് പെടുമ്പോ ഇരിക്കുന്ന കൊമ്പ് മുറിക്കാന്നല്ലാതെ എന്താണ് ഇവന്മാരോടൊക്കെ ഞാൻ പറയുന്നത്? അല്ലേ? സത്യമല്ലേ? ആ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ ഭാരതത്തിലെ ജനങ്ങൾ ഇത്രയും കൃമികീടങ്ങൾ എല്ലാം കൂടി കിടന്ന് തുള്ളുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ഇപ്പൊ ഈ നമ്മളുടെ നാട് ഒരു ദരിദ്ര രാഷ്ട്രമായി ബംഗ്ലാദേശിലും നമ്മുടെ ശ്രീലങ്കയിലും അരങ്ങേറിയ പോലെ നമ്മുടെ നാട് നാളെ ഭരണം നഷ്ടപ്പെട്ട് ഭരണം അട്ടിമറിച്ച് നമ്മുടെ നാട് ഒരു ദരിദ്ര രാഷ്ട്രമായിട്ട് മാറിക്കഴിഞ്ഞാൽ ഇവിടെ ആരാണ് സന്തോഷിക്കാൻ പോകുന്നത്? ആരാണ് ഇതിന്റെ പിന്നിൽ പണിയെടുക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ്? അപ്പൊ രാജ്യം ഒന്ന് പിച്ച വെച്ച് ഈ കഴിഞ്ഞ 10-75 കൊല്ലം ഈ പറയുന്ന കോൺഗ്രസും ഈ പറയുന്ന മാർക്സിസ്റ്റ് വളരെ ദുർലഭം ഉണ്ടായിട്ടുള്ളൂ. അവരെല്ലാവരും ഭരിച്ച് മുടിച്ച് കട്ടുമുടിച്ച് പോക്കറ്റ് വീർപ്പിച്ച് അവര് ഈ കുടുംബവാഴ്ച മുഴുവനും മൊത്തം അരങ്ങേറിക്കൊണ്ട് ഇവിടെ നടന്നപ്പോഴ് ഒരാൾക്കും ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല, യാതൊരു പരാതി ഉണ്ടായിരുന്നില്ല. ആഹാ മനോഹരം. ഇപ്പോ ഇത്രയും കഷ്ടപ്പാട് പെട്ട ഒരു മനുഷ്യൻ ഇന്ത്യ മഹാരാജ്യത്തെ കൈപിടിച്ചുയർത്തി പിച്ച വെച്ച് നടക്കാൻ പഠിപ്പിച്ചു തുടങ്ങിയിട്ട് നമ്മളൊന്ന് പിച്ച വെച്ച് വരുന്നേ ഉള്ളൂ. അപ്പൊ ആ കാല് തന്നെ വെട്ടാനുള്ള അവസ്ഥയിലാണ് ഇപ്പൊ ഈ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളെല്ലാം. ആണല്ലോ. രാഷ്ട്രീയം പുഴുങ്ങി തിന്നാൽ രാജ്യം നന്നാവോ? രാഷ്ട്രീയം ഉപ്പിലിട്ട് വെച്ചാൽ രാജ്യം നന്നാവോ? നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഈ പറയുന്ന കോക്രോച്ചും ഈ കൂറകളും ഈ കൂറ പാർട്ടികളൊക്കെ കൂടിയിട്ട് ഈ കോൺഗ്രസും കൂടി ചേർന്നിട്ട് ഈ പറയുന്ന ഭരണത്തെ അട്ടിമറിച്ചാൽ ആ മനുഷ്യനൊരു തോൾസഞ്ചി തൂക്കി തോളിലിട്ടിട്ട് അങ്ങ് ഇറങ്ങി പോകുമെന്നല്ലാതെ അദ്ദേഹത്തിന് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. സംഭവിക്കുന്നുണ്ടോ? സൂര്യൻ ഉദിക്കുന്നുണ്ട്, അതിനെ നോക്കിയിട്ട് പിന്നെ പട്ടി കുറച്ചു കഴിഞ്ഞാൽ സൂര്യൻ എന്താണ് സംഭവിക്കുന്നത്? അത് പിറ്റേ ദിവസം ഉദിച്ചുകൊണ്ടിരിക്കും. ചന്ദ്രനെ നോക്കിയിട്ട് പല നായ്ക്കളും കുറയ്ക്കാറുണ്ട്, പക്ഷെ ചന്ദ്രൻ വരാതിരിക്കുന്നുണ്ടോ? ചന്ദ്രൻ ഉദിക്കാതിരിക്കുന്നുണ്ടോ? ചന്ദ്രന്റെ ശോഭ മങ്ങി പോകുന്നുണ്ടോ? അത്രേ ഉള്ളൂ ഈ കൂറ പാർട്ടികള്. ഈ കോക്രോച്ച് എന്ന് പറയുന്ന ഈ കൂറ, നമ്മൾ പറയില്ലേ പാറ്റ, കൂറ. ഒരു വീടിനെ സംബന്ധിച്ച് ഒരു പാറ്റ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും. കാരണം ഈ കൂറകൾക്ക്, ഈ കൂറ പാറ്റ എന്ന് പറയുന്ന ഈ സാധനത്തിന് ഒരു പ്രത്യേക സ്മെല്ലാണ്. ഈ സാധനം വന്ന് തൊട്ടിട്ടുള്ള ഒരു സംഭവങ്ങളും ഒരു ഭക്ഷണങ്ങളും നമുക്ക് കഴിക്കാൻ മനസ്സിൽ പിടിക്കില്ല. അത്രയും വൃത്തികെട്ട ജന്തുവാണ് ഈ പറയുന്ന കൂറ. അപ്പൊ ആ കൂറയുടെ നാറ്റവും ആ കൂറയുടെ സ്വഭാവവും ആ കൂറയുടെ രൂപവും ഒക്കെ കാണുമ്പോൾ തന്നെ അറപ്പാണ്. അങ്ങനെ ഒരു അറപ്പുളവാക്കുന്ന രീതിയിലാണ് ഇപ്പൊ നമ്മുടെ രാജ്യത്തെ അട്ടിമറിക്കാനായിട്ട് ഈ കൂറ പാർട്ടി ശ്രമിക്കുന്നത്. അപ്പൊ കൂറ പാർട്ടി അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ അതിന് ഈ കത്തുന്ന പുരയിലെ കഴുക്കോല് ഊര വാഴ വെട്ട് എന്ന് പറയുന്ന കലാപരിപാടിയാണ് കോൺഗ്രസ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസും അതിന്റെ അനുഭാവികളും. കോൺഗ്രസിന്റെ അനുഭാവികളുണ്ടല്ലോ കുറെ വാലാട്ടികൾ. ആ വാലാട്ടികളെ അതായത് രാഷ്ട്രീയം മാത്രം നോക്കുന്നത്. നമ്മുടെ രാജ്യം ഇവിടെ നിലനിൽക്കണോ? നമ്മുടെ രാജ്യത്തിന് മുന്നോട്ട് പോകണോ? മുന്നോട്ട് കുതിക്കണോ? നമ്മുടെ രാജ്യം ഡെവലപ്പ് ആവണോ? അതൊന്നും ചിന്തയില്ല. എന്റെ രാഷ്ട്രീയം ഞാൻ ചത്താലും മാറില്ല. എന്റെ തന്തയെ മാറിയാലും ഞാൻ രാഷ്ട്രീയം മാറില്ല.
രാഷ്ട്രീയം പുഴുങ്ങി തിന്നാൽ നമ്മുടെ കുടുംബം ജീവിക്കോ, നാട് മുന്നോട്ട് പോവോ? ഇല്ലല്ലോ. നല്ല രാഷ്ട്രീയക്കാരെ എന്നും ഞാൻ ബഹുമാനിക്കുന്നു. നല്ല രാഷ്ട്രീയക്കാരെ, നല്ലത് ചെയ്യുന്ന ഏത് പാർട്ടി ആയാലും ശരി, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവട്ടെ, കോൺഗ്രസ് പാർട്ടി ആവട്ടെ, ഈ പറയുന്ന BJP പാർട്ടി ആവട്ടെ, ആരോ ആവട്ടെ, രാഷ്ട്രീയത്തിന് ഞാൻ ബഹുമാനിക്കുന്നത് നല്ലത് ചെയ്യുന്ന രാഷ്ട്രീയം ഏതാണോ അതിനെ ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷേ രാജ്യത്തിന് തുരങ്കം വെക്കുന്ന ഈ കൂറകളെ, ഈ രാജ്യത്തിന് തുരങ്കം വെക്കുന്ന ഈ കൂറകളുടെ കൂടെ കൂടിയിട്ട് കോൺഗ്രസ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇക്കണ്ട കാലം ഞാനും പ്രധാനമന്ത്രിയാവും, അതായത് ചിന്നത്തമ്പി എന്ന് പറയുന്ന ഒരു സിനിമയില് ഉനക്കും കല്യാണം എന്ന് പറഞ്ഞ ഒരു പൊട്ടൻ നടക്കുന്നുണ്ട്, കഴുത്തിൽ മാലയിട്ടിട്ട്, പെണ്ണുങ്ങളെ കാണുന്ന പെണ്ണുങ്ങളെ ഒക്കെ കാണുമ്പോ പറയും ഉനക്കും കല്യാണം എന്ന്. അങ്ങനെ ഒരു പൊട്ടനുണ്ടാ ചിന്നത്തമ്പി സിനിമയില്. എന്ന പോലെയാണ് ഞാൻ നാളത്തെ പ്രധാനമന്ത്രിയാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു പപ്പൂസ് ഉണ്ട് നമ്മുടെ നാട്ടില്. ഈ പപ്പൂസ് ആരുടെ കൂടെ കൂടിയിട്ടാണ് ഇന്ന് പ്രധാനമന്ത്രിയാക്കുക? അല്ലെങ്കിൽ നമ്മുടെ അലിയൻസ് എന്ന് പറയുന്ന സീരിയലുണ്ട് ഒരു അവതാരം, എനിക്ക് നാളെ പ്രധാനമന്ത്രിയാവണം എന്ന് പറയുന്ന പോലെ എനിക്കും നാളെ പ്രധാനമന്ത്രിയാവണം എന്ന് പറഞ്ഞു നടക്കുന്ന ഒരു പപ്പു പൊട്ടനുണ്ട് നമ്മുടെ നാട്ടില്. ഈ പൊട്ടനെ കണ്ടിട്ടാണോ ഈ രാജ്യങ്ങളിലുള്ള ഈ മനുഷ്യർ മുഴുവനും ഈ കൂറ പാർട്ടിക്ക് സപ്പോർട്ട് നിൽക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. ഈ സ്ഥാനങ്ങളില്, ഈ അവസ്ഥയില് നമ്മുടെ പൊട്ടനായിരുന്നു, നമ്മുടെ ഈ പപ്പു പൊട്ടനായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി എങ്കിൽ, എന്റെ ദൈവമേ, എല്ലാവരും കൂടി എന്തെങ്കിലും ഒരു മരത്തിന്റെ മുകളിൽ കയറിയിട്ടോ അല്ലെങ്കിൽ ഒരു മുഴം കയറെടുത്തോ തൂങ്ങി ചത്താൽ മതി. അത്രയ്ക്കും ഒരു തരത്തിലുള്ള, അതായത് കുടുംബം വാഴ്ച നടന്ന് അവസാനം ദൈവങ്ങൾക്ക് പോലും ഇരിക്കപ്പുറതി ഇല്ലാതെ അവസാനം കൊടുത്ത കണ്ണിയാണ് ഈ പൊട്ടൻ. അതുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഇനിയും ഈ കുടുംബവാഴ്ച തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതിനൊരു പരിഹാരം ജനങ്ങൾ കണ്ടില്ലെങ്കിൽ വേണ്ട, എല്ലാ ജനങ്ങൾക്കും അഡിക്ഷൻ രാഷ്ട്രീയമാണ്. അപ്പൊ ഈ അഡിക്ഷൻ രാഷ്ട്രീയം കൊണ്ട് നടന്നാൽ രാജ്യം അധോഗതിയാവുന്ന മനസ്സിലാക്കിക്കൊണ്ടാണ് അവസാനത്തെ കണ്ടി എന്ന് പറയുന്നതിനെ പൊട്ടനാക്കിയിട്ട് ദൈവം ജനിപ്പിച്ചത്. കാരണം ആരും അതിനെ എതിർക്കുന്നില്ല, പ്രതികരിക്കുന്നില്ല. അപ്പൊ പിന്നെ എന്തെങ്കിലും പ്രകൃതിക്കെങ്കിലും പ്രതികരിച്ചല്ലേ പറ്റുള്ളൂ. അപ്പൊ കാലം കാത്തുവെച്ച, കോൺഗ്രസിന്റെ കുടുംബവാഴ്ചയ്ക്ക് കാലം കാത്തുവെച്ച മറുപടിയാണ് ഈ പപ്പുപൊട്ടൻ. അപ്പൊ പപ്പുപൊട്ടനും കൂടി പാറ്റപ്പുറത്ത് ഏറിയിട്ട് ഭയങ്കരമായിട്ട് നാളെ ഭരണം പിടിക്കാനും ഭരണത്തെ അട്ടിമറിക്കാനും വേണ്ടിയിട്ടാണ് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. ഇനി അതിൽ പങ്കെടുക്കുന്ന കുറെ കുട്ടിപ്പട്ടാളങ്ങൾ ഈ സംഗതികളെ മുഴുവനും നമ്മുടെ മുന്നിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് വിദ്യാർത്ഥികളെ തല്ലി ചതയ്ക്കുന്നു. വിദ്യാർത്ഥികൾ, പോലീസുകാര് മുറ സ്വീകരിക്കുന്നു. പിന്നെ എന്താ പറയാ, വിദ്യാർത്ഥികളോട് അങ്ങേയറ്റം അപമര്യാദയായിട്ട് പെരുമാറുന്നു എന്നൊക്കെ വേണ്ടത്ര പിക്ചറുകളൊക്കെ ഒപ്പിയെടുത്ത് അത് മാത്രം കാണിച്ചുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങള് ഈ ചീഞ്ഞ കുഴിമന്തി അവരുടെ അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മുതലക്കണ്ണീർ ഒഴുക്കുമ്പോൾ അവർ മറന്നു പോകുന്ന മറ്റൊരു വസ്തുതയുണ്ട്. അതായത് ഈ ക്യാമറയ്ക്ക് നിങ്ങളുടെ ഈ മുതലക്കണ്ണീര് മാത്രമല്ല ഒപ്പിയെടുക്കാൻ കഴിയുന്നത്, ക്യാമറ അവിടെ നടക്കുന്ന സർവത്ര കാര്യങ്ങളും ഒപ്പിയെടുത്തിട്ടുണ്ടാവും. ആണല്ലോ. അപ്പോ നിങ്ങൾ എല്ലാവരും ഈ വഴി പറഞ്ഞ ഓടണം, കാര്യം പറഞ്ഞാൽ കേൾക്കണം, വഴി പറഞ്ഞാൽ ഓടണം എന്ന് പറഞ്ഞ പോലെ, വഴി പറയുമ്പോൾ എണീറ്റ് ഓടല്ല വേണ്ടത്, തലയ്ക്കകത്തൂടെ ഓടണം. കാര്യം പറഞ്ഞാൽ തിരിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ കാര്യം പറയുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയല്ല, അത് നിങ്ങൾക്ക് മനസ്സിലാവണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവരെല്ലാവരും സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അവിടെ കേന്ദ്രത്തിലുള്ളവരെ അവിടെ ചുമ്മാ കുഴികുത്താൻ പോയതല്ല, അവരുടെ തലയ്ക്കകത്തും കാണും കുറച്ചൊക്കെ. അപ്പൊ അത് വെച്ചിട്ട് ഈ പറയുന്ന കുട്ടിപ്പട്ടാളങ്ങളെ സർവ്വ രാജ്യങ്ങളിൽ നിന്നും വിളിച്ചു വരുത്തി ഇതിൽ മുഴുവനും പങ്കെടുപ്പിച്ച് പാവം ചെറുപ്പക്കാരുടെ ഭാവി തൊലച്ച് പണ്ടാറടങ്ങാന്നല്ലാണ്ട് എന്തെങ്കിലും ഒരു കാര്യം ഇതിൽ നിന്ന് നേടാൻ സാധിക്കുമോ? ഇല്ലല്ലോ. ഈ പറയുന്ന കുട്ടിപ്പട്ടാളങ്ങൾ മുഴുവനും അതിൽ പോയി പങ്കെടുത്തു കല്ലെറിയാനും, അതായത് നിങ്ങൾ കാണാത്ത പിക്ചറുകൾ നമ്മൾ സത്യം പറയുന്നവന്റെ, അതായത് നമ്മുടെ മറുനാടൻ ഷാജൻ സാറിന്റെ പോലുള്ള ചാനലുകളിലൊക്കെ നമ്മൾ ഈ പിക്ചറുകൾ കാണുമ്പോഴും നമ്മൾ ഞെട്ടിപ്പോവുക ചെയ്തത്. പോലീസുകാരെ കല്ലെറിയുന്നതും അവരുടെ നെറ്റി പൊട്ടിയിട്ടും ചെവി പൊട്ടിയിട്ടും മുഖം പൊട്ടിയിട്ടും ചോര വരുന്നതും അവർക്ക് പരിക്കേൽക്കുന്നതും 5 IPS ഉദ്യോഗസ്ഥരെയാണ് ഇതേപോലെ നശിപ്പിച്ചത്, പരിക്കേൽപ്പിച്ചത്. അതിനനുസരിച്ച് ഒത്തിരി പോലീസുകാർക്കും ഒത്തിരി നിയമപാലകർക്കും പരിക്കേൽക്കുന്നു. അവരെ മുഴുവനും ഉപദ്രവിക്കുന്നു, അവരെ മുഴുവനും കയ്യേറ്റം ചെയ്യുന്നു, വണ്ടികൾ കത്തിക്കുന്നു. എത്ര പൊതുമുതലാണ് നശിപ്പിക്കുന്നത്? ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത്? ഒരു നീറ്റ് പരീക്ഷ നടത്തി അതിൽ ക്രമക്കേട് വന്നു, അത് അന്യായം തന്നെയാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് വന്നു, വിദ്യാർത്ഥികൾ പഠിച്ചു, അവരുടെ പരീക്ഷയ്ക്ക് കൃത്യമായ എന്താ പറയാ റിപ്പോർട്ട് പുറത്തു വന്നില്ല, അല്ലെങ്കിൽ കൃത്യമായ സത്യം നീതി അവർക്ക് ലഭിച്ചില്ല എങ്കിൽ അത് അനീതി തന്നെയാണ്. ഞാൻ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ അതിന്റെ അർത്ഥം നിങ്ങൾക്കൊരു അനീതി വന്നു അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ പൊതുമുതൽ നശിപ്പിക്കുക എന്നാണോ അതിന്റെ മീനിങ്? അതിന്റെ അർത്ഥം അതാണോ? അപ്പൊ ഈ പബ്ലിക് ന്യൂയിസൻസ് എല്ലാം ചെയ്യുക എന്നാണോ? നിങ്ങൾക്ക് ഇവിടെ കോടതിയുണ്ട്, നിയമങ്ങളുണ്ട്, നിയമപാലകരുണ്ട്, എല്ലാ അവസ്ഥകളും നിങ്ങൾക്കുണ്ട് ഇല്ലേ? ആ വഴിക്ക് പോയിട്ട് നിങ്ങൾ പ്രതികരിക്കാതെ, ആ വഴിക്ക് നിങ്ങൾ ഒരു ചെറുവിരല് പോലും അനക്കാതെ നിങ്ങൾ സ്വയം അങ്ങ് നിയമപാലകരായി, നിങ്ങൾ സ്വയം അങ്ങ് നിയമവാഴ്ചയ്ക്കായി ഇറങ്ങി പബ്ലിക്കായിട്ട് ന്യൂയിസൻസ് ചെയ്യുമ്പോൾ പിന്നെ നിങ്ങളെയൊക്കെ എന്ത് വാക്കുകളെ കൊണ്ട് താരാട്ട് പാടണോ റോട്ടില്?
ഈ പൊതുമുതൽ മുഴുവൻ നശിപ്പിച്ച് ഈ നിയമപാലകരെ മുഴുവനും കയ്യേറ്റം ചെയ്യുമ്പോൾ ഈ പറയുന്ന കുട്ടിപ്പട്ടാളത്തിന് താരാട്ട് പാടണോ പൊതുവഴിയില്? അതാണോ ചെയ്യേണ്ടത്? അവർ ചെയ്യുന്ന പിക്ചറുകളൊക്കെ ഒന്ന് എടുത്ത് നോക്കൂ. നിങ്ങളുടെ മനസ്സിലെ രാഷ്ട്രീയം മാറ്റി വെച്ചിട്ട്, നിങ്ങളുടെ മനസ്സിലെ രാഷ്ട്രീയ തിമിരം, ആ രാഷ്ട്രീയ തിമിരം മാറ്റി വെച്ചിട്ട് സത്യസന്ധമായ മനസ്സോടുകൂടി രാജ്യത്തെ സ്നേഹിച്ചുകൊണ്ട് ഈ പറയുന്ന തിമിരം മാറ്റി വെച്ചിട്ട് നിങ്ങളൊന്ന് ഈ പിക്ചർ ഒന്ന് നിങ്ങൾ നോക്കൂ. എന്താണ് ഇവിടുത്തെ കുട്ടിപ്പട്ടാളങ്ങൾ അവിടെ വന്നിട്ട് ഈ ഡൽഹിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഡൽഹി എന്ന് പറയുന്ന വളരെ സുരക്ഷയുള്ള, ഏറ്റവും കൂടുതൽ സുരക്ഷ വേണ്ട ഒരു സ്ഥലമാണ് തലസ്ഥാന നഗരി. ആ തലസ്ഥാന നഗരിയിലാണ് ഈ കാണുന്ന തേർവാഴ്ചകളും ഈ തോന്നിവാസങ്ങളും മുഴുവനും നടക്കുന്നത് അല്ലേ? എന്തെങ്കിലും ഒരു മര്യാദ. ഈ കുട്ടിപ്പട്ടാളങ്ങൾക്ക് നാളെ എന്ത് സംഭവിക്കുമെന്നെങ്കിലും ഇതിന്റെ രക്ഷിതാക്കളോ ഇതിന്റെ കുടുംബക്കാരോ ഇവരെയൊക്കെ അഴിച്ചുവിടുന്ന മനുഷ്യരോ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഭാവി തലമുറ, ഈ ഭാവി കുട്ടിപ്പട്ടാളത്തിന്റെ ഒരു പാസ്പോർട്ട് ആവശ്യത്തിന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ എന്താ പറയാ, ക്യാമറ എന്ന് പറയുമ്പോൾ അതിനെ എല്ലാം ഒപ്പിയെടുക്കാനുള്ള കഴിവുണ്ട്. അതിനെ കുട്ടിപ്പട്ടാളം മാത്രമല്ല, ഏത് ചാനലെന്നോ ഏത് മനുഷ്യനെന്നോ ഏത് പാർട്ടി എന്നോ ഭേദമില്ലാതെ ഈ പറയുന്ന ക്യാമറയ്ക്ക് എല്ലാ സംഭവങ്ങളും അവിടെ നടക്കുന്നത് ഒപ്പിയെടുക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ അതിനകത്ത് നോക്കുമ്പോൾ ഈ കുട്ടിപ്പട്ടാളത്തിന് നാളെ ഒരു പാസ്പോർട്ട് വേണമെന്ന് തോന്നിയാൽ, ഈ കുട്ടിപ്പട്ടാളത്തിന് നാളെ ഒരു ജോലി വേണമെന്ന് തോന്നിയാൽ, സർക്കാർ ജോലി പോട്ടെ, ഒരു പ്രൈവറ്റ് ജോലി പോലും കിട്ടാൻ പറ്റാത്ത രീതിയിൽ ഈ കുട്ടിപ്പട്ടാളങ്ങൾ ഇതുപോലെ കിടന്നിട്ട് തെരുവിലിറങ്ങിയിട്ട് ഇതേ നാടകങ്ങൾ അരങ്ങേറുമ്പോൾ ഇവരുടെ ഭാവിയെ കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ കുട്ടിപ്പട്ടാളം ചിന്തിച്ചിട്ടുണ്ടോ? അത് മാത്രമല്ല, ഇവരെ എല്ലാവരും റോഡിൽ ഇറക്കി കളിക്കാൻ ഏതോ ഒരുത്തൻ ഒരു ദിവസം അമേരിക്കയിൽ നിന്ന് കുറ്റിയും പറിച്ച് ഇവിടെ വരുന്നു. ആ കുറ്റിയും പറിച്ചിട്ട് ഇവിടെ വന്നിട്ട് അവനങ്ങ് ഒരു കോക്രോച്ച് എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാക്കുന്നു. ആ കോക്രോച്ചിന് നമ്മുടെ ഭരിക്കുന്ന പാർട്ടിയുമായിട്ട് നല്ല സാമ്യത്തോടു കൂടിയിട്ടുള്ള പേരും കളറും എല്ലാം അനുകരിച്ചുകൊണ്ട്, അതായത് സ്വന്തമായിട്ട് തന്തയില്ലെന്നുള്ളത് വേണം പറയാൻ, മറ്റുള്ളവന്റെ പേരും മറ്റുള്ളവന്റെ നിറവും എല്ലാം അടിച്ചെടുത്തുകൊണ്ട് സ്വന്തമായിട്ട് തന്തയില്ലായ്മ എന്ന് വേണം പറയാനായിട്ട്. അങ്ങനെ ചെയ്തിട്ട് ഈ സംഗതികളൊക്കെ ഒരു പാർട്ടി രൂപീകരിക്കുന്നു, സമരം അഴിച്ചുവിടുന്നു, അവൻ അവിടുന്ന് അമേരിക്കയിൽ നിന്ന് കുറ്റിയും പറിച്ച് ഇവിടെ വന്നിട്ട് കുറെ ആൾക്കാരെ കൈയെടുക്കുന്നു. അതെല്ലാ സംഗതികളും നാടകങ്ങളും തെരുവിൽ ഇറങ്ങേറുന്നു, പിന്നെ പൊതുമുതൽ നശിപ്പിക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അവന്റെ പോക്കറ്റില് ഈ പറയുന്ന ഫണ്ടുകൾ നന്നായിട്ട് വന്ന് വീണിട്ടുണ്ടാവും, ആണല്ലോ. പക്ഷെ ഈ കൂടെ നിൽക്കുന്ന കുട്ടിപ്പട്ടാളത്തിന്റെ ഭാവി അവസാനിച്ചു എന്ന് വേണ്ടേ പറയാനായിട്ട്? ഇതിലും ഭേദം ഈ വളർത്തിക്കൊണ്ടുവന്ന മക്കളെയൊക്കെ വല്ല പൊട്ടക്കുളത്തിലും കൊണ്ട് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കുമായിരുന്നില്ലേ നല്ലത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര കഷ്ടപ്പെട്ടാണ് ഓരോ രക്ഷിതാക്കളും അവരവരുടെ മക്കളെ പഠിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസവും അവർക്ക് വിവേകവും കൊടുക്കുന്നതിന് മുൻപ് അവരെ രാജ്യസ്നേഹം വേണം പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. സ്വന്തം മക്കൾക്ക് ആദ്യമേ തന്നെ വേണ്ടത് രാജ്യസ്നേഹമാണ്. രാജ്യം ഉണ്ടാവണം ആദ്യം. രാജ്യമില്ലാണ്ട് നിങ്ങൾ എവിടെ പോവാനാ? ഒരു രാജ്യത്ത് ജീവിക്കാൻ പറ്റാണ്ടായാൽ എന്ത് ചെയ്യാനാ? ഒന്ന് ആലോചിച്ച് നോക്കിയോക്കൂ. ഏതെങ്കിലും ഒരു ഗൾഫ് കൺട്രിയില്, ഇസ്രായേലോ അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രശ്നങ്ങൾ നടക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്, നമ്മുടെ ഖത്തർ, കുവൈറ്റ്, ഷാർജ എന്ന് വേണ്ട ഏതെങ്കിലും ദുബായ്, ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യത്ത് പോയിരുന്നിട്ട് ആ രാജ്യത്തെ കളിയാക്കാനായിട്ട് ഈ പങ്കെടുക്കുന്ന ഏതെങ്കിലും കുട്ടിപ്പട്ടാളത്തിന് പറ്റൂ? ഇനി ഇതിൽ മുഴുവനും കൊണ്ടുവന്ന് പിന്നെ പരിഹസിച്ച് പങ്കെടുക്കുന്ന കുറെ സിനിമാ താരങ്ങളുണ്ടല്ലോ, അതായത് താരങ്ങൾ എന്നാണല്ലോ നമ്മൾ അവരെ പറയാ, കൂറകൾ എന്ന് വേണം വിളിക്കാനായിട്ട്. ഈ സിനിമാ ലോകത്ത് വർണ്ണരാജികളാണ്, താരങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് പൊക്കി പിടിച്ചു കൊണ്ട് നടക്കുന്ന ഈ സിനിമാ താരങ്ങൾ എന്നല്ല, സിനിമാ കൂറകൾ എന്ന് വേണം വിളിക്കാനായിട്ട്. സിനിമാ കൂറകൾ, അവരുടെ പേര് അതാണ് അവർക്ക് ചേരുന്നത്. തനി തറകളാണ് അവര്, താരങ്ങളല്ല, തറകളാണ്, വെറും തറകളാണ്. എന്തൊക്കെയാണ് പുലമ്പിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ നാട്ടില് തീവ്രവാദങ്ങൾ നടത്തിയിട്ട് ഒരു പാവം പിന്നെ സ്ത്രീയുടെ മുന്നിൽ വെച്ചിട്ട് അവരുടെ ഭർത്താവിനെ വെടിവെച്ച് കൊന്നിട്ട് ആ ശവത്തിന് കാവലിരിക്കേണ്ടി വന്ന അവസ്ഥ നമ്മുടെ നാട്ടിൽ അരങ്ങേറിയിട്ട് ഒരു തരത്തിലും വായ തുറക്കാത്ത കുറെ താരങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മുടെ നാട്ടിൽ വന്നൊരു തീവ്രവാദം, ഒരു തീവ്രവാദികൾ വന്നിട്ട് ഇവര് എല്ലാവരും കൂടി ഒരു ടൂറ് പോയെടുത്ത് ഈ പറയുന്ന ഒരു സ്ത്രീയുടെ അവരുടെ ഭർത്താവിനെ അവരുടെ കൺമുന്നിലിട്ടിട്ട് നിറയൊഴിപ്പിച്ച് കണ്ടുകൊണ്ടിരിക്കേണ്ട ആ ശവത്തിന് കാവലിരിക്കേണ്ടി വന്ന ഗതികെട്ട സ്ത്രീകളുള്ള നാടാണ് നമ്മുടെ. അവരുടെ സിന്ദൂരം അവസാനിപ്പിച്ച് കളഞ്ഞ അത് കണ്ടിട്ട് പോലും നമ്മുടെ താരങ്ങൾക്ക് കണ്ണു തുറക്കാൻ തോന്നിയില്ല. എന്തൊരു എന്താ പറയാ അരോചകമാണിത്. സിനിമാ താരങ്ങളെ, നിങ്ങൾ മനുഷ്യരാണല്ലോ, നിങ്ങൾ ആ താരങ്ങൾ ആകാശത്തു നിന്ന് ഭൂമിയിലോട്ട് ഇറങ്ങി വാ. ഈ ടോവിനോയെ പോലുള്ള
ഈ അണ്ണാക്കിൽ നാട്ടിലൊരു എന്തെങ്കിലും പിന്നെ പ്രതിസന്ധി നടക്കുമ്പോൾ അണ്ണാക്കിൽ പഴം തിരികെയിരിക്കുന്ന ടോവിനോയെ പോലെ, പൃഥ്വിരാജിനെ പോലെ, പൃഥ്വിരാജിന്റെ ഒരു പിന്നെ രംഭയുണ്ടല്ലോ, ഒരു ഭാര്യ, എവളെ പോലെ ഒക്കെയുള്ള അഹങ്കാരികളോടാ ഞാൻ പറയുന്നത്. ഈ നാട്ടിൽ കിടന്നിട്ടല്ലേ ഈ നാടിന്റെ ഉപ്പും ചോറും തിന്നിട്ട്, ഈ നാടിന്റെ ഉപ്പും ചോറും തിന്നിട്ട് ഈ നാടിനെ ഒറ്റ കൊടുക്കുന്ന ഒറ്റുകാരാണല്ലോ ഈ പറയുന്ന സിനിമാ താരങ്ങളെ. നിങ്ങളൊക്കെ നാണമുണ്ടോ? ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? നമ്മുടെ നാട്ടിലെ 9, 5, 7, 2 വയസ്സായ കുഞ്ഞു മക്കളെ ബലാത്സംഗം ചെയ്തും കെട്ടിത്തൂക്കിയും കൊന്നും നമ്മുടെ നാട്ടിൽ സംഭവിച്ചപ്പോ അന്നൊന്നും ഒരു വാക്കുകൊണ്ട് പോലും വായ തുറക്കാത്ത സിനിമാ താരങ്ങളെ, സിനിമാ തറകളെ, നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ഈ ഒരു വിഷയത്തിൽ വായ തുറക്കാനുള്ളത്? നാണവും ഉളുപ്പും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അരമുഴം കയറ് വാങ്ങിയിട്ട് പോയി തൂങ്ങി ചാവടോ. നിങ്ങളൊക്കെ ഭൂമിക്ക് തന്നെ ഭാരമാണ്. നാടിനോട് കൂറില്ലാത്തവൻ ജീവിക്കേണ്ടതേ. എന്തിനാ ജീവിക്കുന്നത്? നിനക്കൊക്കെ നിന്റെ സിനിമാ കൊട്ടയ്ക്കകത്തും നിന്റെ സിനിമ സംഘടനയ്ക്കകത്തും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അതുപോലും പ്രതികരിക്കാനും അതുപോലും ചൊവ്വിനും ചേലിനും കൊണ്ടു നടക്കാനും അറിയാത്ത നിങ്ങളാണോ നാടിന്റെ സുരക്ഷയെ കുറിച്ചും നാടിന്റെ ഈ സമരത്തെ കുറിച്ചും സംസാരിക്കുന്നത്? നാണമുണ്ടോ? ഈ ടോവിനോയ്ക്കും ഈ പറയുന്ന അളിഞ്ഞ ജീവികൾക്കൊക്കെ ഈ സിനിമ, ഈ കൂറകൾക്ക് നാണമുണ്ടോ? എന്ത് യോഗ്യതയാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങളുടെ സംഘടനയ്ക്കകത്ത് നടക്കുന്ന പുഴുക്കുത്ത് എന്താണ് പുഴുക്കുത്ത്? ആ പുഴുക്കുത്തുകൾ നിങ്ങൾക്ക് പിന്നെ പരിഹരിക്കാൻ പറ്റുന്നുണ്ടോ? ഈ സിനിമാ സംഘടനയ്ക്കകത്ത് എത്രയോ പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു. എത്രയോ പെൺകുട്ടികൾ അതിൽ അഭിനയിക്കുന്നുണ്ടെങ്കിൽ സംവിധായകന്റെ കൂടെ, പിന്നെ നിർമ്മാതാവിന്റെ കൂടെ, നടന്റെ കൂടെ മാറി 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 കിടക്ക പങ്കിട്ട് കൊടുത്താലേ ഒന്ന് അഭിനയിക്കാനും തിരശ്ശീലയിൽ മുഖം കാണിക്കാനും സാധിക്കുള്ളൂ എന്നുള്ളത് ഇവിടുത്തെ ഏത് കുട്ടിക്കുഞ്ഞിനും അറിയാവുന്ന കാര്യമാണ്. ഞാൻ പറയുന്നത് സത്യമല്ലേ? നമ്മുടെ സിനിമാ ലോകത്ത് സിനിമയിൽ ഒന്ന് മുഖം കാണിക്കണമെങ്കിൽ അടി തൊട്ട് മുടി വരെ നിർമ്മാതാവിന്റെ കൂടെ, സംവിധായകന്റെ കൂടെ, പിന്നെ ബാക്കി ആരൊക്കെയാണോ അവരുടെയൊക്കെ കൂടെ, ക്യാമറമാന്റെ കൂടെ ആണെങ്കിൽ അങ്ങനെ, നടന്റെ കൂടെയാണെങ്കിൽ അങ്ങനെ, ഈ പറയുന്നവന്മാരുടെ കൂടെ മുഴുവനും കിടന്നു കൊടുത്തിട്ട് വേണം ഒരു പെൺ കഥാപാത്രത്തിന് തല കാണിച്ചിട്ട് തിരശ്ശീലയിലെ വെള്ളിത്തിരയിൽ ഒന്ന് വരാനായിട്ട്. ഈ മഞ്ജു വാര്യരടക്കം ഞാൻ പറയാണ്, മഞ്ജു വാര്യർ ആദ്യം തൊട്ട് അവസാനം വരെ നിൽക്കുന്നുണ്ടല്ലോ. സ്വന്തം ജീവിതമല്ല പെണ്ണുങ്ങളും കൊണ്ടുപോയി. മഞ്ജു വാര്യര് ഈ പേരിന് കുറെ കാശ് ഉണ്ടാക്കിയിട്ട് ഞാനൊരു നടിയാണെന്ന് പറഞ്ഞിട്ട് വേഷം കെട്ടി നടക്കുന്നുണ്ട്. സ്വന്തം പ്രസവിച്ച മകൾക്ക് പോലും വേണ്ട ഈ പെണ്ണുപിള്ളയെ. സ്വന്തം പ്രസവിച്ച മകൾക്ക് പോലും ഈ പെണ്ണുപിള്ളയെ വേണ്ട. ആ കുട്ടി പോലും അതിന്റെ സ്വന്തം അച്ഛന്റെ കൂടെയാണ്. ഞാൻ ഒരുപാട് വാഴ്ത്തിപ്പാടിയുന്ന ഒരാളാണ് ഈ മഞ്ജു വാര്യർ. പക്ഷെ മഞ്ജു വാര്യരുടെ വിഷം എത്രയാണെന്ന് നമ്മളിപ്പോ കാണുന്നതാണ്. അപ്പോ ഈ സിനിമാ ലോകത്ത് ഇവരുടെയൊക്കെ ഇടയിൽ ഇവളുടെ ഒരു കൂട്ടുകാരി പീഡിപ്പിക്കപ്പെട്ടല്ലോ. ഇവളും കൂടെ നടന്നിട്ട് ഇവളുടെ ഒരു കൂട്ടുകാരി പീഡിപ്പിക്കപ്പെട്ടിട്ട് ഇവളുടെ ആദ്യ ഭർത്താവിനോട് കൂടി ചേർന്നിട്ട് ഒരു കേസ് വന്നപ്പോൾ ഇവളെന്തോ വായ തുറന്നായിരുന്നോ? ഈ ടോവിനോയോ ഈ പറയുന്ന മറ്റുള്ളവരോ ഈ പറയുന്ന എന്താണ് ആ ജോജു ജോർജോ എന്തെങ്കിലും ഒരുത്തനുണ്ടല്ലോ, ഒരു ബീറത്തടിയൻ, ഇവൻ ആരെങ്കിലും വന്നിട്ട് വായ തുറന്ന് കണ്ടായിരുന്നോ നിങ്ങൾ? ഇല്ല. സ്വന്തം സംഘടനയിൽ നടക്കുന്ന പുഴുക്കുത്തുകൾ ഒന്നും കാണാൻ ഇവർക്ക് സമയമില്ല, ഇവർക്ക് കണ്ണില്ല. അന്നേരം ഇവർക്ക് കണ്ണിൽ തിമരമാണ്, ഒന്നും വേണ്ടില്ല. അത് പുഴുക്കത്ത് അവിടെ കിടന്ന് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിലൊന്നും പങ്കെടുക്കാനോ അതിലൊന്നും ആ വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കാനോ ഒന്നും, അവരവന്റെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും ഇവർക്ക് ചർച്ച ചെയ്യേണ്ട, അന്വേഷിക്കും വേണ്ട, ഒന്നും വേണ്ട. യുവമാർക്ക് ഇങ്ങനെ അഴിച്ചുവിട്ട പോലെ ഇങ്ങനെ നടന്നാൽ മതി. പക്ഷെ നാട്ടിൽ നടക്കുന്ന ഏതെങ്കിലും കോക്രോച്ചോ കൂറകളോ, എവിടേക്കാണ് എലി, കോക്രോച്ച്, കൂറ, പട്ടി, പഴുതാര എന്നുള്ള സംഗതികളുടെ ഒക്കെ പുറകെ പോയിട്ട് അതിന്റെ മൂട് മണപ്പിച്ച് നടക്കാനാണ് ഈ സിനിമാ താരങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. രാജ്യത്തോട് യാതൊരു പ്രതിബദ്ധതയുമില്ല. ഈ പിന്നെ തീവ്രവാദം കൊണ്ട്, ടെററിസം കൊണ്ട് ആ സ്ത്രീയുടെ ഭർത്താവിനെ നഷ്ടപ്പെട്ടപ്പോ, ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടപ്പോ, ഒരു മകൾക്ക് ഒരു അച്ഛനെ നഷ്ടപ്പെട്ടപ്പോ ഈ മഞ്ജു വാര്യർ എന്ന് പറയുന്ന വാരസ്യാരുടെ അണ്ണാക്കിൽ പഴമായിരുന്നോ? മഞ്ജു വാര്യരെ, ന്യായം എന്ന് പറയുന്ന ഒരു സംഭവം എല്ലാത്തിനും ഉണ്ടല്ലോ നമ്മുടെ നാട്ടില്. അപ്പൊ അതൊന്നും ഇല്ലാതെ ഒരു വശം കൊണ്ട്, അതായത് എന്താ പറയാ, സെലക്റ്റീവ് പ്രതികരണമാണ്, സെലക്റ്റീവ്. അങ്ങനെയാണ് അങ്ങനെ ഒരു കൂട്ടമുണ്ട്. നല്ല മര്യാദയുള്ള നടന്മാരും മര്യാദയുള്ള മനുഷ്യരും ഉണ്ട് സിനിമാ ലോകത്ത്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഓൾമോസ്റ്റും ഈ തലതിരിഞ്ഞ ഈ ഒറ്റ എന്താ പറയാ ഇതുപോലുള്ള ഒറ്റ ചിന്തകരുടെ ഒരു കൂട്ടം മനുഷ്യരാണ് ഈ പറയുന്ന അവസ്ഥയിലിരിക്കുന്നത്. ഒറ്റ ബുദ്ധികൾ എന്ന് പറയും. അപ്പൊ ഈ ഒറ്റ ബുദ്ധികൾ കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങൾ, അങ്ങനെ ഒരു സിനിമാ ലോകം. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. ഈ സിനിമാ ലോകത്തുള്ള ഒരു പ്രധാന നടനാണ് സൂപ്പർ സ്റ്റാർ.
ഈ സൂപ്പർ സ്റ്റാർ ഒരു അഭിമുഖത്തിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കേൾക്കാൻ പറ്റുന്നതാണ്. സൂപ്പർ സ്റ്റാർ അഭിമുഖത്തിൽ ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഒരുപാട് സ്ത്രീകളുടെ കൂടെ പിന്നെ കിടക്ക പങ്കിട്ടൊന്നും കേൾക്കുന്നുണ്ടല്ലോ, അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? 1000 സ്ത്രീകളൊക്കെ തികഞ്ഞു എന്നാണല്ലോ പറയുന്നത് കേൾക്കണത്. അപ്പൊ അയാൾ പറയണ അല്ല, 1000 അല്ല, 2000 ഒക്കെ കാണും. 2000 സ്ത്രീകളുടെ കൂടെയൊക്കെ ഞാൻ കിടക്ക പങ്കിട്ട് കാണും. അതില് പ്രശ്നമൊന്നുമില്ല. അല്ലെന്താ കുഴപ്പം? എന്താ പ്രശ്നം? അപ്പൊ അങ്ങനെ കിടക്ക പങ്കിട്ടു എന്ന് പബ്ലിക്കായിട്ട് വിളിച്ചു പറഞ്ഞ സൂപ്പർ സ്റ്റാറുകളുള്ള ആ ആൾക്കാരത് പറയുമ്പോഴൊന്നും ഈ മഞ്ജു വാര്യർ, അപ്പൊ മഞ്ജു വാര്യർ അതിൽ പെട്ടിട്ടുണ്ടാവുമല്ലോ, മഞ്ജു വാര്യർ കടക്കം ഒന്നും തോന്നിയില്ല. ഒരു കിഴങ്ങ് പുഴുങ്ങി അണ്ണാക്കി വെച്ചേക്കായിരുന്നു, പൊള്ളിപ്പോയി, അതുകൊണ്ട് മിണ്ടിയില്ല. ഇപ്പോഴാണ് അയ്യോ നാട്ടിൽ ഇതാ ഭീകരത നടനമാടുന്നു, നാടിന്റെ ഭരിക്കുന്ന സർക്കാർ ഇതാ വിഴുങ്ങാൻ വരുന്നു, ഭരിക്കുന്ന സർക്കാരിന് പിന്നെ കുട്ടികളെ എന്താ പറയാ ആക്രമിക്കുന്നു, അവരുടെ തല്ലിച്ചതയ്ക്കുന്നു, അവരെ ക്രൂരത ചെയ്യുന്നു. അയ്യോ എന്താണിത്? അങ്ങനെയൊക്കെ ചെയ്യാവോ? സമാധാനമായി നടന്ന സമരത്തിൽ പിന്നെ ഒരു സുപ്രഭാതത്തിൽ നോക്കും വേണ്ട എന്താണ് പറയുന്നത്, സോനു ചുങ്ങോ എന്ന് പറയുന്ന ഒരു സോൻ ചുങ് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ കൊണ്ടുവരുന്നു. പിന്നെ അദ്ദേഹം അവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകനാണ്, നേപ്പാളിന്റെ. അതിനെ കൊണ്ടുവന്നിട്ട് നിരാഹാര സമരം തുടങ്ങുന്നു. 48 മണിക്കൂർ കാണുമ്പോൾ അയാൾ എണീറ്റ് ഓടുന്നു, എന്റെ ആരോഗ്യത്തിന് പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് സ്ഥലം വിടുവാണെന്ന് പറഞ്ഞിട്ട് അത് ഓടുന്നു. അതൊരു മറ്റൊരു നാടകം. അങ്ങനെ എല്ലാ നാടകങ്ങളും അരങ്ങേറിക്കൊണ്ട് ആരെയാണ് നിങ്ങൾ പറയുന്നത്? അവരവര് തിന്നുകുടിച്ച് ഉപ്പും തിന്നും ജീവിക്കുന്ന നമ്മുടെ നാടിനെയാണ് ഒറ്റ കൊടുക്കുന്നത് ഈ പറയുന്നവന്മാരൊക്കെ കൂടി. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ ഇത്രയും അധികം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഇപ്പൊ അവസാനം വന്നിട്ട് എത്തി നിൽക്കുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് കേജ്രിവാൾ വന്നിട്ട് ചൂല്, അതായത് ഈ വലിഞ്ഞു കയറി വരുന്നവനൊക്കെ ഈ കൂറ, ചൂല്, പിന്നെ ടോയ്ലറ്റ് കഴുകുന്ന ബ്രഷ്, ഇതൊക്കെയാണ് ചിഹ്നമായിട്ട് കിട്ടുന്നത്. ആലോചിച്ച് നോക്കിയോക്കൂ. വൃത്തികെട്ട സാധനങ്ങൾ എന്താണോ അതാണ് ഇവരുടെയൊക്കെ ചിഹ്നങ്ങൾ. അപ്പൊ അവരുടെ ആ മുഖമുദ്ര നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇതുപോലെ നമ്മുടെ കേജ്രിവാൾ ചൂലും കൊണ്ട് വന്നില്ലേ, ആകെ മൊത്തം ക്ലീൻ ആക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ചൂലും കൊണ്ട് വന്നു. കേജ്രിവാൾ ഭയങ്കര നേരസ്ഥനായി, സത്യസന്ധനായി, എല്ലാവരുടെ മുമ്പിലും ഇതുപോലെ കുറെ നാടകങ്ങളൊക്കെ അരങ്ങേറ്റി അവസാനം ലോകം മുഴുവനും കട്ടുമുടിച്ച് പോക്കറ്റിലാക്കി കേജ്രിവാൾ മുങ്ങി, അവൻ ജയിലിലുമായി. എന്തായി? കൂടെ നടന്നവനൊക്കെ ശശിയായി, സോമനുമായി. ഇനി ഈ പറയുന്ന അഭിജിത്ത് എന്ന് പറയുന്ന അമേരിക്കൻ പയ്യന്റെ കൂടെ നടക്കുന്നവന്മാരുടെയും ഭാവി ഇതേപോലെ ഇരുളടഞ്ഞ് അവസാനിച്ച് അവനിനി ഭൂമിയിൽ ജീവിക്കാൻ തന്നെ വേണ്ട എന്നുള്ള രീതിയിലേക്ക് ആയി പോവാനാണ് ഈ സമരങ്ങൾ എന്നല്ലാതെ എന്താണ് ഇപ്പൊ ഇതിനൊക്കെ പറയാനുള്ളത്? നിങ്ങൾ ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ വൺ സൈഡ്, അതായത് എപ്പോഴും എന്ത് കാര്യങ്ങൾ നാട്ടിൽ നടക്കുമ്പോഴും ഒന്നുകിൽ അതൊരു മര്യാദയോട് കൂടിയിട്ട് പ്രതികരിക്കുക, അല്ലെ? ഏത് കാര്യങ്ങളും അന്യായം നമ്മുടെ നാട്ടിൽ നടന്നാൽ അതിനെതിരെ ഈ പറയുന്ന സാംസ്കാരിക നായകള് എന്ന് തന്നെ ഞാൻ പറയും. ഈ സാംസ്കാരിക നായകൾ എന്ന് വിളിക്കുന്ന നായകളെ നിങ്ങൾക്ക് അല്പം ഉളുപ്പുണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിൽ നടക്കുന്ന കുഞ്ഞു മക്കൾക്കെതിരെയുള്ള പീഡനം, അതുപോലെ നമ്മുടെ നാട്ടിലെ PSC, ടോവിനോ PSC ഓർമ്മയുണ്ടോ? ടോവിനോ, മഞ്ജു വാര്യരെ PSC എന്തായി? നമ്മുടെ നാട്ടിന്റെ PSC എന്തായി? ആർക്കെങ്കിലും അറിയാമോ? ഒന്ന് പറഞ്ഞു തരണേ. ഈ സിനിമാ ലോകത്തെ ഈ സർവത്ര VIP-കളോടാണ് ഞാൻ ചോദിക്കുന്നത്, ഈ കൂറകളോടാണ് ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ നാടിന്റെ PSC എവിടെയാണ്? ഇപ്പം അവിടെ പോയിട്ട് ആകെ കൂടിയിട്ട് എല്ലാ നാടകവും അരങ്ങേറ്റാൻ ഓടിപ്പോയ സതീശ, രമേശ, നിങ്ങളോടൊക്കെ ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസ് പാർട്ടികളെ, കേരളത്തിന്റെ PSC-യുടെ അവസ്ഥ എന്താണ്? കേരളത്തിൽ PSC-ക്ക് വേണ്ടി പഠിച്ച വിദ്യാർത്ഥികള്, PSC-ക്ക് വേണ്ടി പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന റാങ്ക് ജേതാക്കള്, ഈ പാവം മനുഷ്യരുടെയൊക്കെ ഗതി എന്താണ്? ആർക്കെങ്കിലും ഒന്നും അറിയാമോ? ആരെങ്കിലും ഒന്ന് പറയോ? അപ്പൊ നിങ്ങൾക്ക് പ്രശ്നം ഇവിടുത്തെ PSC-യോ നീറ്റ് പരീക്ഷയോ ഒന്നുമല്ല. പ്രശ്നം നരേന്ദ്രമോദിയാണ്, ഉന്നം നരേന്ദ്രമോദിയാണ്. അയാളെ എറിഞ്ഞു വീഴ്ത്തണം. ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയെ കുതികാലി വെട്ടണം, എറിഞ്ഞു വീഴ്ത്തണം. ഇതാണ് നിങ്ങളുടെ ആഗ്രഹം, അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ കയറൊക്കെ പിരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പാവം മനുഷ്യൻ 24 മണിക്കൂറും രാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോ ഒരു സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ വേണ്ട, അധിക്ഷേപിക്കാതിരുന്നൂടേടോ. നാണം കെട്ട, പിന്നെ എന്താ പറയാ, ഞാൻ വിളിക്കാൻ നിങ്ങൾ ഒരു വാക്കുകൾ കിട്ടുന്നില്ല എനിക്ക്. അത്രയ്ക്കും നാണം കെട്ട അലവലാദികളാണ് നമ്മുടെ നാട്ടിലുള്ള ഈ ഒരു കൂട്ടം സിനിമാക്കാരും ഒരു കൂട്ടം ഇതിനെതിരെ പ്രതികരിക്കുന്ന കുറെ ചാവാലികളും. നിങ്ങൾ രാഷ്ട്രീയം നോക്കണ്ട ഈ സമയത്ത്. നിങ്ങൾ രാജ്യത്തെ മാനിക്കേ, ഈ രാജ്യത്തെ ബഹുമാനിക്കേ. നിങ്ങളൊന്ന് ചിന്തിക്കേ. ഒരു രാജ്യത്തും പോയിട്ട് ഇതുപോലെ തോന്നിവാസങ്ങൾ നടത്താൻ പറ്റില്ല, ഇതുപോലെ തെറി വിളിക്കാൻ പറ്റില്ല. ഇതിനിടയ്ക്ക് ഒരുത്തി സിനിമയ്ക്ക് പോയിട്ട് അവിടെ നിന്നിട്ട് പറയാണ്, അതിലെങ്ങാണ്ട് നായകനെ വെടിവെച്ച് കൊന്ന പോലെ ഒരു തോക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ ഞാനിപ്പം പ്രധാനമന്ത്രി വെടിവെച്ച് കൊന്നേനെ. ഇപ്പൊ മാപ്പും കൊണ്ട് വന്നിട്ടുണ്ട്.
മാപ്പാണ് കോപ്പാണെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. മാപ്പേ 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 മാപ്പ് ഇവിടെ ഇങ്ങനെ വിൽക്കാൻ വെച്ചേക്കുമല്ലേ. വേറൊരുത്തരും വന്നിട്ടുണ്ട് മാപ്പും പറഞ്ഞുകൊണ്ട്. വായ തോന്നിയത് മുഴുവനും പറയാനുള്ളത് പറയാ, അവസാനം വന്നിരുന്നിട്ട് മാപ്പേ 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 എന്ന് പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു. അത് നമ്മുടെ നാടിന്റെ നിയമവ്യവസ്ഥയ്ക്കും കൂടിയിട്ടാണ് ഈ കളങ്കം. ഇത് നമ്മുടെ നാടിന്റെ നിയമവ്യവസ്ഥയെ വരെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഈ തോന്നിവാസങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തും പറയാനുള്ളതൊക്കെ പറയാം, അതൊക്കെ നാട്ടിൽ സ്പ്രെഡ് ആവുക. ആ സ്പ്രെഡ് ആവേണ്ടതൊക്കെ സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ അവസാനം വന്നിട്ട് മാപ്പേ 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 എന്ന് പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാലങ്ങളായിട്ട്. ഇതിന്റെ ഇടയിൽ കൂടെ ഈ പറയുന്ന ചളിയിൽ ചവിട്ടിയാൽ നീളത്തെറിക്കുന്ന പറഞ്ഞ പോലെ ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നല്ല രീതിയിൽ ജിഹാദി ഫണ്ട് ഇറക്കിയിട്ട് ആ ഫണ്ട് കൊടുത്ത് അത് കൈപ്പറ്റിയിട്ടാണ് ഈ രഞ്ജിനി ഹരിദാസിനെ പോലുള്ളവർ മലൊക്കെ കിടന്നിട്ട് ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുന്നത്. ഈ നല്ല ജിഹാദി ഫണ്ട് കൈപ്പറ്റിയിട്ടാണ്. രഞ്ജിനി ഹരിദാസ് എന്ന് പറയുന്ന മെയിൽ മുഴുവനും പിന്നെ സംഭവങ്ങളുള്ള ഒരു സാധനം ഉണ്ടല്ലോ, നായ്ക്കോറിനെ കടിച്ച പോലത്തെ ഒരു സാധനം. ആ പെണ്ണുപിള്ളിയൊക്കെ ഞാനിവിടെ ഡൽഹിയിൽ പോയത് ഞാൻ കുറച്ച് മേക്കപ്പ് ഒക്കെ കൊണ്ടാണ് പോയത്, എനിക്ക് മേക്കപ്പ് ഒക്കെ, ദാറ്റ് ഈസ് ട്രൂത്ത്, ദിസ് ഈസ് ട്രൂത്ത്, ദാറ്റ് ഈസ് നോട്ട് ഹെഡ്, ദിസ് ഈസ് നോട്ട് ഗുഡ്. എന്തൊക്കെയാണപ്പ. ഒന്നാമത് ഈ ഇംഗ്ലീഷ് ചവച്ചരിക്കുന്ന സാഹിബിന്റെ ഭാഷയും കൊണ്ട് എവിടെ എന്തൊക്കെയായാലും മലയാള ഭാഷയിൽ തെറ്റാതെ 10 വാക്ക് പറയാൻ ഈ പറയുന്ന രഞ്ജിനി ഹരിദാസെ ജനിച്ചത് ഈ നമ്മുടെ നാട്ടിലെ 10 മലയാള വാക്ക് തെറ്റാതെ നിനക്ക് പറയാൻ സാധിക്കുമോ? പിന്നെ എങ്ങനെ നിനക്ക് രാജ്യസ്നേഹം ഉണ്ടാവുന്നത്? നിനക്ക് എപ്പോഴും ഫണ്ട് വരുന്ന വഴികളും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെ നിനക്ക് ഓർമ്മ വരുള്ളൂ. കാരണം നീ അങ്ങനെ നടക്കുന്ന ഒരു സാധനമാണ്. നിങ്ങളെയൊക്കെ നിന്നെയൊക്കെ പണ്ടേ വിട്ടതാണ്. ഈ ചാവാലി എവിടെയോ പോയി തൊലയട്ടെ എന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഈ രഞ്ജിനി ഹരിദാസ് എന്ന് പറയുന്ന സംഭവം ഞാൻ വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞ് ഷർട്ടിന്റെ ബട്ടൺസ് ഒക്കെ അഴിച്ചിട്ട് അകത്തുള്ള സാധനത്തിന്റെ വലിപ്പങ്ങളൊക്കെ ജനങ്ങളെ കാണിച്ചിട്ട് ഇങ്ങനെ മൈക്കൊക്കെ മുന്നിലേക്ക് വരുമ്പോ തുറന്ന് കാണിച്ച് എന്റെ കയ്യിൽ ഇത്രയും വലിപ്പമുണ്ട്, നിങ്ങൾ ഒന്ന് എടുക്ക്, ഒന്ന് ക്ലോസപ്പ് ആയിട്ട് എടുക്കുന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ട് ഫണ്ടും കൈപ്പറ്റി, ജിഹാദി ഫണ്ടും കൈപ്പറ്റി രാജ്യത്തിനെ ഒറ്റ കൊടുക്കാൻ നോക്കിയ രഞ്ജിനി ഹരിദാസിനൊക്കെ ഇതിനൊക്കെ വഴിയിൽ എവിടെ കണ്ടാലും ചാണകം വെള്ളത്തിൽ ചൂല് മുക്കി അടിക്കുക. ചാണകം വെള്ളം അല്ല വേണ്ടത്, പഴയ ടോയ്ലറ്റിൽ വല്ല ചൂല് മുക്കി അടിക്കണം ഇതിന്റെ മോന്തയ്ക്ക്. ഇവിടെ രാജ്യത്തിനാണ് ഒറ്റ കൊടുക്കുന്നത്. എന്റെ രാജ്യത്തിനെ ഒറ്റ കൊടുക്കുമ്പോ നീ അങ്ങനെ എന്റെ രാജ്യത്തിനെ ഒറ്റ കൊടുത്തിട്ട് ഇവിടെ വലിയ ആളാവണ്ട. നിനക്ക് അത്രയും പ്രേമം വഴിഞ്ഞൊടുക്കുന്നുണ്ടെങ്കിൽ നീ അങ്ങനെ ഉള്ളിടത്തേക്ക് നീ പൊയ്ക്കോ. നിനക്ക് എവിടെയാണോ നിനക്ക് ഇത്രയും വ്യക്തി സ്വാതന്ത്ര്യം കിട്ടുന്നേ, ഇന്ത്യ മഹാരാജ്യത്ത് കിട്ടാത്ത വ്യക്തി സ്വാതന്ത്ര്യം നിനക്ക് എവിടെയാണോ കിട്ടുന്നത് അവിടെ പോയിട്ട് നീ എന്താണെന്ന് ചെയ്യേ. അത്രയും പറയാനുള്ളൂ. രാജ്യത്തോട് തൊട്ട് കളിക്കാൻ പറ്റില്ല. രാഷ്ട്രീയത്തിൽ നിങ്ങൾ എന്ത് വേണമെങ്കിൽ രാഷ്ട്രീയം പറഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം, എനിക്ക് എന്റെ രാഷ്ട്രീയം, അവർക്ക് അവരുടെ രാഷ്ട്രീയം. ദർ ഇസ് നോ മാറ്റർ. പക്ഷെ രഞ്ജിനി ഹരിദാസ് കിടന്നിട്ട് ഇങ്ങനെ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് ഇതും ഒരു കൃഷിയാക്കി ഈ കഴുതക്കാമം കരഞ്ഞു തീർക്കുമ്പോ, രഞ്ജിനി ഹരിദാസിന്റെ കഴുതക്കാമം കരഞ്ഞു തീർക്കുന്നതാണ് ഡൽഹിയിൽ കണ്ടത്. സ്വയമായിട്ട് എന്തൊക്കെയോ നടത്തണമെന്നുണ്ട്, പക്ഷെ ഒരു നിവൃത്തിയില്ല. ആർക്കും വേണ്ടേ ഇതിന്? ഈ രഞ്ജിനി ഹരിദാസ് എന്ന് പറയുന്ന സംഭവത്തിന് ആർക്കും ആവശ്യമില്ലേ? ആർക്കും വേണ്ടേ? അതാണോ ഇത് അവിടേക്ക് കുറ്റിയും പറിച്ചു പോയത്? പണ്ട് ശബരിമല വിഷയത്തില് അമ്മണി ഓടിയില്ലേ എന്ന അവസ്ഥയാണ് ഈ സാധനത്തിന്. അപ്പോ ഇതേപോലുള്ള സെലിബ്രിറ്റികള്, അതായത് സാംസ്കാരിക നായകളും കൊടിച്ചികളും കൂടിയിട്ട് ഇവിടെ കിടന്ന് ഓരിയിട്ടാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? സ്വയം നാറാമെന്നല്ലാണ്ട് എന്ത് കാര്യമുണ്ട്? സ്വന്തം സംഘടനയിലെ ഈ മമ്മൂട്ടിയോടോ മഞ്ജു വാര്യരോടോ മോഹൻലാലിനോടോ ഈ പറയുന്ന സെലിബ്രിറ്റികളോടൊക്കെ ഞാനൊരു വാക്ക് ചോദിക്കുകയാണ്. സ്വന്തം സംഘടനയിലെ ഒരു കാര്യം പോലും നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഈ രാജ്യത്തിറങ്ങി അഭിപ്രായം പറഞ്ഞിട്ട് എന്തോ ആവാനാണ്? എന്തോ ആവാൻ നിങ്ങളെ ആരാ വില വെക്കുന്നത്? ആരെങ്കിലും നിങ്ങളെ വില വെക്കൂ? ഒരു പട്ടിക്കാളി, ഒരു ഓടിപ്പോകുന്ന കൊടിച്ചു പട്ടിയെങ്കിലും നിങ്ങളെ വില വെക്കൂ? നിങ്ങളുടെ സിനിമാ സംഘടനയിലെ അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്കകത്ത് നടക്കുന്ന പുഴുക്കുത്ത് എന്താണ്? നാറിയിട്ട് ആ വഴി നടക്കാൻ വയ്യ. അതുപോലത്തെ പുഴുക്കുത്താണ് അതില്. മട്ടാഞ്ചേരി മാഫിയയുടെ പിന്നീന്നുള്ള കുത്തലുകള്. മട്ടാഞ്ചേരി മാഫിയ എന്ന് പറഞ്ഞപ്പോ ആച്ചിക്കബു വന്നിട്ടുണ്ട് പൊക്കി പിടിച്ചോണ്ട്. ആച്ചിക്കബു, നീമാ കല്ലിങ്ങല്, ആച്ചിക്കബു, നീമാ കല്ലിങ്ങലും ജോജു ജോർജ് ഒക്കെ അന്ന് നെഞ്ചം വിരിച്ച് റോട്ടിൽ വന്നിട്ട് ഇങ്ങനെ അഭിപ്രായ പ്രകടനം നടത്തിയപ്പോ ഞാൻ വിചാരിച്ചു ഇയാൾ എന്തും കണ്ട് നട്ടലുള്ളവനാണെന്നുള്ളത്. എവിടെ നട്ടല് പോയിട്ട് വാഴപ്പിണ്ടിയാണ് പിന്നില്. കാരണം വലിയ കുമ്പങ്ങനെ തള്ളി നിൽക്കുമല്ലേ, താങ്ങണ്ടേ? അയ്യേ, ഇനിയിപ്പം എന്താ പറയാ, ബോഡി ഷേമിങ് നടത്തി എന്ന് പറഞ്ഞിട്ട് എന്നെ ആര് തൂക്കിക്കൊല്ലാൻ വരണ്ട. മാന്യമല്ലാത്ത രീതിയിൽ എന്റെ രാജ്യത്തിനെതിരെ പറഞ്ഞാൽ ഞാൻ എന്തായാലും പ്രതികരിച്ചിരിക്കും. അത്രേ ഉള്ളൂ. കാരണം വൺ സൈഡ് മാത്രം ചെയ്താൽ പോരല്ലോ, ആദ്യം രാജ്യം ഉണ്ടാവണ്ടേ? അപ്പൊ ഈ നാട്ടില്, ഈ രാജ്യത്ത് ഇത്രയും കാര്യങ്ങൾ അരങ്ങേറുമ്പോൾ
ഇതിന് മുഴുവനും ഇത്രയും സുരക്ഷയുള്ള സ്ഥാനത്ത് ഇപ്പം ഓഗസ്റ്റ് 15 വരാൻ പോവാണ്, നമ്മുടെ സ്വാതന്ത്ര്യ ദിനം വരാൻ പോവാണ്. അപ്പൊ അത്രയും അതീവ സുരക്ഷയുള്ള ഈ ഡൽഹി തലസ്ഥാനത്ത് ഇതുപോലെ തോന്നിവാസങ്ങൾ അരങ്ങേറ്റിക്കൊണ്ട് രാജ്യത്തിന് മുച്ചൂട് മുടിക്കാൻ നോക്കുന്ന ഈ കൂറകളെ സപ്പോർട്ട് ചെയ്യുന്നവരെ, ഇവന്മാരോട് ഒരു തരത്തിലും ബഹുമാനം തോന്നാനോ ബഹുമാനിക്കാനോ നമ്മൾ കണ്ടിട്ടില്ല. പറ്റാവുന്ന രീതിയിൽ ഇവരെ പറയണം, ഇവരെ ഒതുക്കണം. ഇവരെ ഒതുക്കിയില്ലെങ്കിൽ ഇവര് രാജ്യത്തിന് തന്നെ ഭീഷണിയാണ്. ഇവർക്ക് പണം മാത്രം മതി, പോക്കറ്റ് മാത്രം നിറച്ചാൽ മതി, സ്വന്തം പോക്കറ്റ് വീർത്താൽ മതി. ചില കുടുംബക്കാർ കാണിക്കുന്ന കണ്ടിട്ടുണ്ടോ? എല്ലാവരും അല്ല, ചില സ്ത്രീകള് കുടുംബത്തെ വേസ്റ്റുകളൊക്കെ അടിച്ചു വാരി കഴിഞ്ഞിട്ട് നേരെ കൊണ്ടുവന്ന് റോഡിലേക്ക് ഇടും. കാണാറില്ലേ? അവനവന്റെ കുടുംബമൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കണം, പക്ഷെ റോഡ് നശിച്ചു പൊക്കോട്ടെ. അങ്ങനെ ഒരു പരിപാടി ഉണ്ട് ചില പെണ്ണുങ്ങൾക്ക്. അപ്പൊ ആ കുടുംബത്തെ വേസ്റ്റുകൾ മുഴുവനും വെടുപ്പാക്കി പുല്ല് ചെത്തിയതും വേസ്റ്റുകളും എല്ലാം കൂടി എടുത്തിട്ട് റോഡിലേക്ക് കൊണ്ടുവന്നിടും. മതിലിന്റെ അപ്പുറത്ത് നിന്നിട്ട്, ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടല്ല കേട്ടോ, സ്വന്തം വീട്ടിൽ നിന്നിട്ട് ഈ വേസ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് റോഡിലേക്ക് തട്ടും. എന്ന് ചെയ്യുന്ന പോലെയാണ് ഇവര് കാണിക്കുന്നത്. ഇവരുടെ പോക്കറ്റ് ഉറപ്പിക്കാനും ഇവരുടെ കുടുംബത്തെ മാത്രം മാനിച്ചുകൊണ്ടും ഇവര് നാടിനെ ഒറ്റുകൊടുക്കുമ്പോ, ജീവിക്കേണ്ടത് ഈ നാട്ടിലാണ്, വേറെ നാടുകളിലേക്കൊന്നും പോയിട്ടല്ല. ഈ നാട്ടിൽ ജീവിച്ചുകൊണ്ട് ഈ നാടിന്റെ ഉപ്പും ചോറും തിന്ന് ജീവിക്കുന്ന ഈ നാടിനെ ഒറ്റുകൊടുക്കുന്നവൻ ആരായാലും ശരി, അവനെ കൈകാര്യം ചെയ്തേ പറ്റുള്ളൂ. ദേശസ്നേഹം എന്നത് ഈ കുട്ടിക്കാലം തൊട്ട് ഏതൊരു കുഞ്ഞുങ്ങളിലും നമ്മൾ പഠിപ്പിക്കേണ്ടതാണ്. നമ്മുടെ മക്കൾക്ക് ആദ്യം വേണ്ടത് സത്യസന്ധതയും ദേശസ്നേഹവും തന്നെയാണ്. സ്വന്തം അച്ഛനെയും അമ്മയെയും ബഹുമാനിക്കുന്നതിനോടൊപ്പം സ്വന്തം നാടിനെ ബഹുമാനിക്കാനും സ്വന്തം നാടിന്റെ എല്ലാ തരത്തിലുള്ള സംഗതികളും മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മുടെ കുഞ്ഞുങ്ങൾ വളരാൻ. അങ്ങനെ വളർന്നില്ലെങ്കിൽ ഇപ്പൊ ഈ അരങ്ങേറിയത് മുഴുവൻ ഇനിയും അരങ്ങേറിക്കൊണ്ടിരിക്കും. അതിന് സർക്കാർ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ഈ പരീക്ഷാ വിവാദത്തിൽ നടന്ന അന്യായം അത് അന്യായം തന്നെയാണ്. പക്ഷെ അന്യായത്തിനെ ചോദ്യം ചെയ്യാൻ മറ്റൊരു അന്യായം കൊണ്ടല്ലല്ലോ. ഒരു അന്യായത്തിനെ ചോദ്യം ചെയ്യുന്നത് മറ്റൊരു അന്യായം കൊണ്ടാണോ? ഒരിക്കലുമല്ല. അപ്പൊ അതുകൊണ്ട് ഈ ജന്തർ മന്ദറിൽ നടക്കുന്ന ഈ സമരം ഇത് എന്തോ നമ്മുടെ നാടിന്റെ എന്താ പറയാ ഉന്മൂലനാശം കണ്ടുകൊണ്ടാണെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഇത് ചിന്തിക്കാനായിട്ട് പാഴൊരു പഠിപ്പര വരെ പോകേണ്ട കാര്യമൊന്നുമില്ല. ഏത് പൊട്ടനും മനസ്സിലാവും. അത്ര വിദ്യാഭ്യാസവും വേണ്ട, ഒരു കോമൺ സെൻസ് മാത്രം മതി. ഇപ്പൊ ഈ കോൺഗ്രസ്സുകാര് ഇവരുടെ കൂറ പാർട്ടികളും കൂടി ചേർന്നിട്ട് ഈ രാജ്യത്തിനെ കലാപമുക്തമാക്കുമ്പോൾ, കലാപത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ നാടിന്റെ ഒരു കലാപത്തിലേക്കാണ് നയിക്കുന്നത്. ഇത് നല്ലതിനല്ല, നല്ല ഉദ്ദേശമല്ല. എങ്ങനെ വേണ്ടിയിട്ടും കത്തുന്ന പറയുന്ന കഴുക്കോൽ ഊരാനാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധി നടക്കുന്നത്. അപ്പൊ കൂറ പാർട്ടിക്കൊപ്പം നിന്നാലെങ്കിലും അധികാരം 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 അധികാരം. കാരണം അധികാരം കയ്യിലെന്തി അതിന്റെ ആ മധുരം പോകുന്നില്ല കോൺഗ്രസിന്. അറിയാലോ, കഴിഞ്ഞ 10-75 കൊല്ലം കോൺഗ്രസ് ഈ നാടിനെ കുട്ടിച്ചോറാക്കിയതുള്ള അറിയാലോ. അപ്പോ ജിഹാദികൾക്ക് തീറെഴുതി കൊടുത്തതാണ് നമ്മുടെ നാടിനെ, ജിഹാദികൾക്ക് തീറെഴുതി കൊടുത്തതാണ് നമ്മുടെ നാടിനെ. ഇനിയും കോൺഗ്രസ് മുന്നോട്ട് പോയാൽ ഈ നാട് ജിഹാദികളുടെ ഭരണത്തിന്റെ കയ്യിലേക്ക് കൊണ്ടുവച്ചു കൊടുക്കുന്ന പോലെയാണ്. ഇവരെ ഒന്നും നിയന്ത്രിച്ചില്ലെങ്കിൽ ഈ നാട് കുട്ടിച്ചോറാവും. പിന്നെ ഈ രാജ്യത്ത് നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാമെന്ന് ഒരാളും കരുതണ്ട, ഒരാളും. ഇത് രാഷ്ട്രീയത്തിന്റെ പേരിലല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ കാണിച്ചു കൂട്ടുന്ന ഈ തന്തയില്ലാത്തരം അത്രയ്ക്കും നെറിവുകേട്, അത്രയ്ക്കും ഭയാനകമാണ്. ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അറിയാതെ പോലും ദേശസ്നേഹികളായിട്ടുള്ള മനുഷ്യരെ, നിങ്ങൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രതികരിക്കണം, നമ്മുടെ രാജ്യം നിലനിൽക്കണം, നമ്മുടെ രാജ്യം ഉണ്ടായാലേ നമ്മൾ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ആർക്കും നമ്മുടെ രാജ്യത്ത് സമാധാനമായിട്ട് സ്വാതന്ത്ര്യമായിട്ട് ഇന്ന് ഈ കാണുന്ന സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ സമാധാനമായിട്ട് നമ്മുടെ വീട്ടിൽ കിടന്നുറങ്ങണമെങ്കിൽ ഈ പറയുന്ന തീവ്രവാദികളും ഈ പറയുന്ന കൂറ പാറ്റ പഴുതാര പല്ലി എല്ലാത്തിനെയും അടിച്ചൊതുക്കിയേ പറ്റുള്ളൂ. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, മറ്റൊരു ഗുണമുണ്ടായി. നീറ്റ് പരീക്ഷ വിവാദം കൊണ്ട് ഒരു ഗുണമുണ്ടായത്, നമ്മുടെ രാജ്യത്ത് എന്തുമാത്രം തീവ്രവാദികളാണ് നുഴഞ്ഞു കയറിയിട്ടുള്ളത്, എന്തുമാത്രം തീവ്രവാദി സിനിമക്കാരാണ് ഉള്ളതെന്നും നമ്മുടെ നാട്ടിൽ എന്തുമാത്രം നന്ദി കെട്ട രാജ്യത്തെ കൊടുക്കുന്നവർ ആരാണെന്നൊക്കെ തിരിച്ചറിയാനായിട്ട് കൃത്യമായിട്ട് സാധിച്ചു. അങ്ങനെ ഒരു ഉപകാരമുണ്ടായി. അത് കറക്റ്റാണ്. ഏതൊക്കെ മക്കളാണ് നല്ലത്, ഏതൊക്കെ മക്കളാണ് കെട്ടത് എന്ന് ഈ പറയുന്ന സമരം കൊണ്ട് എല്ലാവർക്കും മനസ്സിലായി. നാടിനെ ആർക്കൊക്കെ ആവശ്യമുണ്ട്, നാടിനെ ആരൊക്കെ നാളെ നല്ലതിലേക്ക് നയിക്കാൻ പോകുന്നു എന്നുള്ള തരം തിരിച്ചുള്ള ലിസ്റ്റ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി. അപ്പൊ സ്വന്തം സംഘടനയിലെ യാതൊരു തരത്തിലുള്ള അവസ്ഥകളും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റാത്ത സിനിമാക്കാര് ഈ പറയുന്ന പാർട്ടിയില് നമ്മുടെ നാട്ടില് കോൺഗ്രസ്സുകാരുടെ ഭരണമാണ്. PSC ടെസ്റ്റിന് എഴുതിയിട്ടും റാങ്ക് ലിസ്റ്റിൽ ഇരിക്കുന്ന PSCയെ ഉന്മൂലനാശം ചെയ്ത നമ്മുടെ നാടിന്റെ ഭരണവ്യവസ്ഥയും അതിലും ആർക്കും ചിന്തയില്ലാത്ത കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും മാർക്സിസ്റ്റുകാരെ
നിങ്ങളോടൊക്കെ നിങ്ങളുടെയൊക്കെ തനി നിറം എന്താണെന്ന് നിങ്ങൾ തന്നെ വിളിച്ചു പറഞ്ഞ, നിങ്ങൾ തന്നെ പെരുവഴിയിൽ ഇറങ്ങി നിന്നിട്ട് തുണിയൊരിച്ച് കാണിച്ച ഒരു സമരമാണ് ഈ നടന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ തനി നിറം കാണിച്ചു തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാ കാര്യങ്ങളെ കൊണ്ടും നിങ്ങൾ വാഴ്ത്തപ്പെട്ടവരാണ്. കാരണം നിങ്ങൾ എന്താ പറയാ, പൊത്തിലകത്തിരുന്നിട്ട് നിങ്ങളുടെ രൂപം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയല്ലോ വളരെ ഭംഗിയായി. അപ്പൊ അതിന് നിങ്ങളോട് വലിയൊരു സല്യൂട്ട് ഉണ്ട്. പിന്നെ ഇതില് എടുത്തു പറയേണ്ടത്, ഇത്രയും പ്രശ്നങ്ങള്, ഇത്രയും തീവ്രവാദികളെ ഒരുമിച്ച് നിന്നപ്പോൾ അതിനുള്ളിൽ നിന്നിട്ട് കാവി നിറമാണ് എന്റെ പ്രിയപ്പെട്ട നിറം എന്ന് വിളിച്ചു പറയാനായിട്ട് ആർജവം കാണിച്ച പേളി മാണി. ഞാൻ ആ കുട്ടിയുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല, പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നു പ്രൗഢിയോടുകൂടി, എവറസ്റ്റ് കൊടുമുടി പോലെ, ഹിമാലയൻ പോലെ, ഇത്രയും കൊടിച്ചിപ്പട്ടികളുടെ ഇടയിൽ നിന്ന് നല്ലൊരു കൊച്ച് മുന്നോട്ട് വന്നല്ലോ പേളി മാണി. ഞാൻ ആ പേളി മാണിക്ക് എന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു സല്യൂട്ട് കൊടുക്കുകയാണ്. എന്റെ ഹൃദയം നിറഞ്ഞ സല്യൂട്ടാണ് പേളി മാണിക്ക്. അപ്പൊ പേളി മാണിക്ക് ഒരു 10,000-2000 ഫോളോവേഴ്സിനൊക്കെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ഒരു 5 ലക്ഷം ഫോളോവേഴ്സിനെ കൊടുക്കാൻ നമ്മൾ വിചാരിച്ചാൽ സാധിക്കില്ലേ? കൊടുക്കണോ? ആ കൊച്ചു കയറി പോരട്ടെ. അങ്ങനെയുള്ളത് മതി നമ്മുടെ നാട്ടില്. നമ്മുടെ നാട് വേണം. ഏതും രാഷ്ട്രീയം മറന്നിട്ട് നമ്മുടെ നാട് നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ആണായാലും പെണ്ണായാലും ശരി, അവർക്കാവണം നമ്മുടെ സപ്പോർട്ട്. അപ്പോ ഇത്രയും നേരം എന്നെ കേട്ട എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ജയ് ഹിന്ദ്, വന്ദേ മാതരം.